ക്ലിയർ ആണോ? ഈ മഞ്ഞ മൊത്തം ക്ലിയർ ആണോ? അതെ, ക്ലിയർ ആണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് പ്രസന്റ് ടു ആണ്. ഉം. അതായത് നമ്മളിപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഫെബിൻ ഇപ്പൊ എന്താ കറന്റ്ലി ചെയ്യുന്നത്? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോ അവിടെ നമ്മൾ ഐ വരുമ്പോഴത്തേക്ക് ഐ ആം പ്ലസ് ഐ എൻ ജി ഉപയോഗിച്ച് പറയാം. ഐ ആം അറ്റൻഡിങ് ദ ക്ലാസ്. ഹിയോ ഷിയോ ഇറ്റോ സിംഗുലറോ ആണെങ്കിൽ ഇസ് ഉപയോഗിച്ച് പറയുക. കുറെ പേരുണ്ടെങ്കിൽ ഉം. ആർ ഉപയോഗിച്ച് പറയുക. ഓക്കെ. അപ്പോ ഐ ആം അറ്റൻഡിങ് ദ ക്ലാസ്. ഞാൻ എന്ത് ചെയ്യുക? യു. ഞാൻ യു ഞാന് ആണ്. മിസ്സോ? ഞാൻ എന്ത് ചെയ്യുക? അപ്പം ഫെബിൻ പറയുമ്പോ യു എന്നല്ലേ, എന്നെ യു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? യു ആർ ഉം. ടീച്ചിങ് ആ മീ. യു ആർ ടീച്ചിങ് മീ. കറക്റ്റ്. അപ്പൊ നമ്മൾ ഇപ്പോ ചെയ്യുന്നത് ഒരു സെക്കൻഡത്തേക്കാണോ, ഒരു സ്പെസിഫിക് മൊമെന്റിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമാണോ അത്? അല്ല, കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. നേരത്തേക്ക്. പ്രസന്റിൽ തന്നെ കണ്ടിന്യൂസ് ആക്ഷൻ ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്, ഉം. ഞാൻ ഫെബിനെ പഠിപ്പിക്കുകയാണ്, ഫെബിൻ ഉം. കേൾക്കുകയാണ്, നമ്മൾ ഉം. സംസാരിക്കുകയാണ്. ഉം. അപ്പൊ അതാണ് അതിന്റെ കൃത്യം മലയാളം. അപ്പോ ഉം. ഐ ആം ടീച്ചിങ്, ഫെബിൻ ഇസ് ലിസ്ണിംഗ്, വി ആർ ടോക്കിംഗ് എന്നൊക്കെ പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ആ അപ്പോ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയായിരുന്നു? കഴിഞ്ഞ അരമണിക്കൂർ പഠിക്കുകയായിരുന്നു. ഞാൻ പഠിക്കുകയായിരുന്നു, മിസ് പഠിപ്പിക്കുകയായിരുന്നു. ആ പഠി അപ്പോ അവിടെയാണ് ഈ പാസ്റ്റ് ടുവിന്റെ റെലവൻസ് വരുന്നത്. ഈ ഇസിന് പകരം ഉം. വാസ് വരും. ഐ വാസ്, ഉം. ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ഫെബിൻ വാസ് സ്റ്റഡി. പക്ഷെ കുറെ പേര് വരുവാണെങ്കിലോ? അപ്പൊ ഇതിലെല്ലാം വാസാണോ വരുന്നത്? അതാ പറഞ്ഞു. ആമിലും അപ്പൊ ഈ പ്രസന്റിലുള്ള ആം ഈ ആറില് ഫുള്ള് വാസ് അല്ലേ വരുന്നത്? ആറില് വേറെ വരും. കുറെ പേര് വന്നാൽ വേറെ ഓക്കെ. വരും. WER. ഒരാളും ഐയും വരുവാണെങ്കിൽ ബോസേ വരത്തും. മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോ കുറച്ചു നേരം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെ ഞങ്ങൾ അവിടെ പണിയെടുക്കുമായിരുന്നു. അങ്കിളിന്റെ വീട്ടില് പണിയെടുക്കുമായിരുന്നു. അപ്പൊ അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അപ്പൊ അത് ഒരു സ്പെസിഫിക് മൊമെന്റിൽ അല്ലല്ലോ നടക്കും. കുറെ നേരമായിട്ട് ചെയ്യുകയായിരുന്നു അല്ലേ, പണിയെടുക്കുകയായിരുന്നല്ലോ. അപ്പോ ആ വി വെയർ വർക്കിംഗ് യെസ്റ്റർഡേ. വി വെയർ വർക്കിംഗ്, അല്ലെങ്കിൽ വി വെയർ ഷിഫ്റ്റിംഗ് തിങ്സ് ഫ്രം ദാറ്റ് ഓൾഡ് ഹോം ടു ന്യൂ ഹോം. രണ്ടും കറക്റ്റ് ആണ്. വി വെയർ വർക്കിംഗ്. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്, ഉണ്ട്, ഉണ്ട്. സിമ്പിൾ അല്ലേ? ഇതൊക്കെയാണ് ടെൻസ്. സ്കൂളിൽ അപ്പൊ ടീച്ചേഴ്സ് എങ്ങനെയാ സിമ്പിളാണ്. പഠിപ്പിച്ചത്? ടീച്ചേഴ്സ് ഇങ്ങനെയാണോ പഠിപ്പിച്ചത്? അറിയില്ല, മറന്നുപോയി. ആ ശരി. ഞാൻ ഓർക്കുന്നുണ്ട് നമ്മള് ഞങ്ങളുടെ കുഞ്ഞിലേ അല്ലേ. ഞാൻ ഒരു 10th തോന്നുന്നു. എന്നെ മിസ് ഇങ്ങനെ ബ്ലാക്ക് ബോർഡിൽ ഞങ്ങള് ജസ്റ്റ് കണ്ടതാണ്. മിസ് നല്ല ഭംഗിയില് കേഴ്സീവ് റൈറ്റിംഗിലൊക്കെ ഇത് V1 V2 സബ്ജക്ട് പ്ലസ് അങ്ങനെ ഇങ്ങനെയൊക്കെ അതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ എന്താണ് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ബോർഡിൽ അങ്ങനെ ഭംഗിയിൽ എഴുതിയത് ഓർമ്മയുണ്ട്. പഠിപ്പിച്ചത് ഓർമ്മയുണ്ട്, പക്ഷെ എന്താ പഠിപ്പിച്ചതെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ആ ഇതാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് സമയമില്ല, സിലബസ് തീർക്കണ്ടേ. ഉം. ഉം. ആ, അപ്പോ ഇത് കൃത്യമായിട്ട് മനസ്സിലായി അല്ലെ? ഹോപ്പ് യു ഉം, അണ്ടർസ്റ്റുഡ് ഉം. ദിസ്. ആ Yes. അടുത്തത്, ഇപ്പൊ നമ്മള് സപ്പോസ് ഫെബിൻ വിചാരിക്കുക നമ്മൾ 9:30 മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കുമെന്ന്. ഉം. അപ്പോ നമ്മൾ എന്ത് ചെയ്യുമായിരിക്കും? 9:30 മുതൽ 10 മണി വരെ ക്ലാസ് എടുക്കുകയായിരിക്കും അല്ലെ? ആ. യു അല്ലെ? ആരാ? ആ മിസ്സിന്റെ ഒക്കെ മിസ് മിസ് അങ്ങനെയാണോ? ഇപ്പൊ നമ്മള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് പഠിക്കുകയായിരിക്കും. 9 മണി ആ. മുതൽ, അല്ല 9 മണി ഇപ്പൊ ആയാലും 9:30 മുതൽ 10 മണി വരെ നമ്മള് ഫ്യൂച്ചറില് പഠിക്കുകയായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കുകയായിരിക്കും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഫ്യൂച്ചറിൽ? ആ, ഓക്കെ, അതാണ് അടുത്തത്, ഫ്യൂച്ചർ ടു. ഓക്കെ, അപ്പൊ ഓക്കെ, ഓക്കെ. അവിടെ ഉപയോഗിക്കേണ്ടത് വിൽ ബി ആണ്. വിൽ ബി പ്ലസ് ING. അതിപ്പം
ആര് വന്നാലും അതില് ഫെബിന് ഒരു ഇത് വേണ്ട. അയ്യോ ദേവി വന്നാലും ഹി ഷീറ്റ് വന്നാലും വിൽ ബി പ്ലസ് ING ഉപയോഗിച്ച് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ ഈ നീല ബോക്സിൽ മൊത്തവും ING മയമാണ്, എല്ലായിടത്തും ING ചേർക്കാം. ഓക്കെ. I will be I will be sending you the link. ഞാൻ ലിങ്ക് സെൻഡ് ചെയ്യുകയായിരിക്കും എത്ര 9:30 at 9:30. ഓക്കെ. ഈ ക്ലാസ് കേട്ട് ഫെബിൻ എന്തൊക്കെയാ ചെയ്യുന്നത് അതെല്ലാം ഈ വിൽ ബി പ്ലസ് ING ഉപയോഗിച്ച് പറയാവോ? ഓക്കെ. I will be eating my breakfast after this class. Good. And I will be going to I will be going to store after my breakfast. കറക്റ്റ്. 2 സെന്റൻസ് പറഞ്ഞു. ഒരു 10 എണ്ണം പറയാൻ പറ്റുമോ ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യവും? I will be going to gym afternoon. ഇനി ജിമ്മിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. I will be using treadmill at gym. Okay, great. Are you really using treadmill? Yeah, yes. എനിക്ക് എക്യുപ്മെന്റ്സിന്റെ പേരൊന്നും അറിഞ്ഞൂടാ, പോന്നേ ഉള്ളു. അതൊക്കെ നമ്മൾ പഠിക്കും. ഞാനും കുറച്ചു നാൾ പോയിട്ടുണ്ടായിരുന്നു. ഡു യു ലൈക്ക് ഗോയിങ് ടു ദിസ് ജിം? ബട്ട് ട്രെഡ്മിൽ അല്ലാതെ എനിക്ക് ആ സാധനങ്ങളുടെയൊക്കെ പേരുകളും കൃത്യമായിട്ട് അറിയത്തില്ല. കുറെ സാധനങ്ങളുണ്ടല്ലോ എക്യുപ്മെന്റ്സ്. സോ ഐ വിൽ ബി, ഞാൻ വർക്ക്ഔട്ട് ചെയ്യുകയായിരിക്കും. എത്ര മണിക്കാണ് ഫെബിൻ? ഉച്ചയുണ്ടോ? 4 മണിക്കാണല്ലേ? 4 മണിക്ക്. രാവിലെ പോയില്ല. ഐ വിൽ ബി വർക്ക്. ഐ വിൽ ബി എല്ലാത്തിന്റെ കൂടെ ING ഉപയോഗിക്കണം. ഐ വിൽ വർക്കിംഗ് ഔട്ട് എന്നാണോ? ഐ വിൽ ബി വർക്കിംഗ് ഔട്ട് ഇൻ ദ ജിം. ജിമ്മിൽ ഐ വിൽ ബി വർക്കിംഗ് ഔട്ട് ഇൻ ദി ജിം. ഓക്കെ. Okay, I will be watching a movie today. I will be cleaning my room. ഇനി ഷിയോ ഹിയോ ദേയോ എന്തെങ്കിലും വെച്ച് പറയാമോ? വിയോ? My sister will be coming from hostel today. Is it true? Yes. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ലേ? എന്റെ സിസ്റ്റർ വരികയായിരിക്കും അല്ലെ? She will be coming. She is going for pre-marriage course today. She is going പറയൂ. She is going എന്ന് പറയുമ്പോൾ she will be going. So did your sister's marriage? No, Jijina, my fiancé. Okay. Then what about you? I think this pre-marriage course should be attended by the couple, isn't it? Yes, but she's in Kottayam, so we need to attend from this Kollam area. We, in the sense, you have to attend from your area. Actually, we are planning to go together. But this some time and some issues, so we are going separate. Okay. She will be attend from there. She will be attending here. She will be attending from there, and I will be attending from here. Yes. So, did my spoken English class act as a hindrance to this meeting? Which meeting? This pre-marriage course attending session. No. This morning time, these classes. No,
I was asking whether did you tried to skip this class, our spoken English class, so that you can attend that. No, 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 no. ഞാൻ ഓർത്തത് ഞാനൊരു തടസ്സമായോ എന്നാണ് ഉദ്ദേശിച്ചത്. ഇല്ല ഇല്ല, Whether I was അല്ലല്ല, an നോ. okay. Why? Otherwise you could have gone together. അതല്ലേ നല്ലത്. അങ്ങനെ ഇപ്പഴാ ഞാൻ ഓർത്തത് പോയാ മതിയായിരുന്നു. ഇനിയിപ്പൊ ഇപ്പൊ അതിനു വേണ്ടി 3 ഡേയ്സ് ഇനി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം, അത് ഇവിടുത്തെ വരുമ്പോ. ഓ ശരി. എങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് കൂടായിരുന്നല്ലോ. ലൈക്ക് എത്ര ഹൗ ലോങ് വിൽ ബി ദാറ്റ് 3 ക്ലാസ്? days. വെൻ വിൽ ദാറ്റ് ക്ലാസ്? 3 days from today, finish on Saturday. ഇറ്റ് വിൽ ബി ഫിനിഷിംഗ് ഓൺ സാറ്റർഡേ അല്ലേ? Yes, yes. തീരുന്നതായിരിക്കും. അപ്പോ വിൽ യു ഗെറ്റ് ക്യാൻ യു ഡു ദ സെയിം തിങ് ടുമോറോ ടുഗെദർ? ക്യാൻ യു? നോ, ഇറ്റ്സ് നോട്ട് No, പോസിബിൾ. no, 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 no. Once you have registered, you should attend it. Yeah, yes, yes. I didn't register. After 3 weeks, I need to register and attend this pre-marriage course. You haven't registered? Haven't you registered? No, no. ചെയ്തിട്ട് ഇല്ല ഇല്ല. ചെയ്തിട്ടില്ല. അല്ല, ഇവിടെ അതിന്റെ ടൈം ആയില്ല. ഞങ്ങളുടെ ഇവിടെ കൊല്ലം ഡയോസിസ്, അവര് കോട്ടയം ഡയോസിസ് ആണ്. ശരി. Otherwise you could have gone with her in Kottayam diocese, right? Yes, yes, yes. അത് ഒരു നല്ല പ്ലാൻ ആയിരുന്നില്ലേ? അപ്പൊ ആയിരുന്നു, പക്ഷെ ഇന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? ഇന്നാ സ്റ്റാർട്ടിങ്. അപ്പൊ ഈ 2 ദിവസമായിട്ട് പിന്നെ ആലോചിച്ചത് അവിടെ പോയാ മതിയായിരുന്നു, ഇതിന്റെ കൂടെ അങ്ങ് തീരുമായിരുന്നു അതൊക്കെ. അല്ല, എന്നാ പിന്നെന്താ പോവാതിരുന്നത്? Why didn't you go there today? ഇവിടെ കാരണം ഇപ്പം ഞങ്ങൾ കൊല്ലം കോട്ടയല്ലേ, ഞങ്ങളിപ്പോ പുറത്തുനിന്നാണെങ്കിൽ ഞങ്ങളുടെ രജിസ്ട്രേഷനൊക്കെ ഫീസൊക്കെ കൂടുതലാണ്. ഓ ശരി. പിന്നെ ഇവിടുന്ന് ഞാൻ അവിടെ പോയി സ്റ്റേ ചെയ്ത് വേണം. ഇതാകുമ്പോ ഇവിടുന്ന് അടുത്താണ്, ഡെയിലി വീട്ടിൽ നിന്ന് പോയിട്ട് വരാം. ശരി. അപ്പൊ ദിസ് ഇസ് കൺവീനിയന്റ്. ദ ലാറ്റർ വൺ ഇസ് കൺവീനിയന്റ് അല്ല, രണ്ടാമത്തെയാണ് കൺവീനിയന്റ്. ഞാൻ ഓർത്തു എന്റെ ദൈവമേ, ഞാൻ കാരണം എന്റെ ക്ലാസ് കാരണം പോകാൻ പറ്റിയില്ല. അതുകൊണ്ടല്ല, ഇതൊക്കെ വന്നോണ്ട. അതെനിക്കിപ്പൊ മനസ്സിലായി. കാരണം 8:30-ക്കാണല്ലോ ഫെബിൻ അയച്ചോ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്താലോ ചോദിച്ചത്. അപ്പൊ ഞാൻ 8:30-ക്കല്ലേ പറഞ്ഞത്, അല്ലാതെ ഞാൻ ഐ ഡിഡ്ന്റ് പ്ലാൻ എനിത്തിങ് ഫോർ യു. ഇന്ന് ഞാൻ ചെയ്തതൊന്നും പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഇതുമായിട്ടൊരു ബന്ധമില്ല. യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമ്മള് വിൽ ബി മനസ്സിലായോ? ഷീ വിൽ ബി അറ്റൻഡിങ്, അതാണ് സ്റ്റോപ്പ് ചെയ്തത് അല്ലേ? ഷീ വിൽ ബി അറ്റൻഡിങ് പ്രീ മാരേജ് കോഴ്സ്. അപ്പോ അതിന്റെ എല്ലാത്തിന്റെയും കൃത്യം മലയാളമാണ് ഞാൻ ഇവിടെ ഇപ്പുറത്തെ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അവള് അറ്റൻഡ് ചെയ്യുകയായിരിക്കും അല്ലെങ്കിൽ ചെയ്യുന്നതായിരിക്കും. ഒരു ഡിസിഷൻ കാണിക്കാനോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇങ്ങനെ ചെയ്യുകയായിരിക്കും എന്ന് പറയുന്നതിനാണ് നമ്മൾ കറക്റ്റ് വിൽ ബി പ്ലസ് ing യൂസ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? Yes, clear. ഇനി ബാക്കി നമുക്ക് ഇന്ന് രാത്രി 7 to 8 വരെ നോക്കാം അല്ലെ? 7 to എനിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടാകത്തില്ല. അപ്പൊ 7 റെഡി അല്ലേ? 7 to 8 നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇതും എനിക്കൊന്ന് ടെൻസ് മൊത്തത്തിൽ തീർക്കാൻ പറ്റും. കാരണം ഫുൾ പഠിക്കണ്ട. കാരണം വെബിൻ യൂസ് ചെയ്യുന്നത് മാത്രം സ്പോക്കൺ ഫ്ലുവൻസിക്കല്ലേ. ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ബാക്കിയുള്ളത് വന്നിട്ട് നമുക്ക് നോക്കാം. ഇനിയും ഒരു 8 ക്ലാസ് കാണുമായിരിക്കും. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. Can you please share your gym experience? I think you have been going or attending this gym class since this Monday. This Monday. Last Monday. So for the past 2 days you have been attending, isn't it? You have been going to. 2 ദിവസം ആയതേ ഉള്ളൂ. അതെ. ഞാൻ ഓർത്തു കഴിഞ്ഞ ആഴ്ച. അല്ലല്ല. And what are your experiences in that gym? Do you love going there? Yes, I love going gym because
I need to fit. I want to fit I my want to body. I want to be fit. Physically Yeah. strong. Hmm. Yes. Yes. How many So people are there? I don't know. There are so much people. When I going time, Hmm. around 30 people. 30. Yes. So will you get that equipment at the right time for the workout? Yeah, Because there yeah. are 30 people out there. This one is a large gym in It's a Kollam. What's the name of that gym? Smart Fitness. Smart Fitness. And Around there have 10 treadmills. wow, so it's Uh, a great gym. I then mean, and a huge, also a big gym. yeah, yeah. Mm, Also a big gym have separate rooms for mm. separate exercise like that. Oh, and what about, are there any ladies in the gym? Yeah, after when I go to going when I go When, to inquiry when time, I, I when go for inquiry time at ah, 11 o'clock, 12 o'clock. mm, That time from 11 o'clock for ladies. mm, I saw mm, too much ladies there. mm, mm. So how far is the gym from your house? 2 kilometer because Just, now we are staying in mm. a city, Kollam city. So You are staying in a, but you mentioned that your house, you are staying and you are living in a village or a rural area, something like that, isn't it? ഫെബിൻ എൻ്റെ അടുത്ത് അന്ന് maybe പറഞ്ഞു. previous time because every 5 years we ആ, will transfer our my father have transfer every 5 years. So all last time we stay right. in one village area, but now ആ, we are in city, Kollam city. last time in the sense you joined the course, I still remember, in June, isn't it? Yeah. So the course would have ended June to July, July to August, August to September. But now this is October. Still you are here. Yeah. I think in June you were in that village area, isn't it? Rural area. Yes, yes. And also, I'm working in Saudi, so this Mm, time issues mm, mm, affecting me. mm, mm. Still you are working in Saudi, isn't it? Yeah, but our company is Mm. transferring to another merging Location. integration. Okay. Mm, So actually, we are working on visit business visa. mm. So new company rule have we need to take work visa. All right. Mm. So So, this company mm, sent to home for mm, take work visa. mm, So I plan after marriage. uh, And before marriage, I need to take work visa. uh, Then marriage, after I go mm. to Saudi. All right. Then after in gym, what all equipments you have encountered? I mean, how did your gym trainer, what your gym trainer is having plans about you? Did you mention about your Yeah, requirements? yes, yes. Yesterday, he gives some equipments for Hmm. like legs Ah, and chest. leg. He say do this these equipments. So for Uh, one day it will be leg workout, the other day for chest, biceps, like that, isn't yeah. it? First 2 days, just treadmill and some exercise, ground exercise. Mm, 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 From yesterday, mm, he gives some equipments for workouts. mm. So after this 1 hour session, will you sweat a lot because of that No, heavy so workout? AC. Hey? There have AC. Uh-huh. No, but still yesterday also I Uh, tired too much. did you have that sore or that pain because you are going for the first time, isn't it? Yeah, yeah. But not too much. A Mm, little.
pain somewhere only. I think I feel more pain, but not too much. Mm. And I think you also feel kind of energetic after the gym session, isn't it? Yes, yes, yes. Feeling more lively. Yeah. Then what about diet plan? You are planning to start it from tomorrow, isn't it? Yeah, well, from today I cut sugar and bakery fried items for 10 Uh, days. mm. After I will be start my proper diet plan. Okay. So are you looking forward to that? I mean, are you really excited? Will you have that self-control, just I don't know. preventing yourself from that fried items, shakes and all, burger? Do you love burgers? No, actually, I don't eat too much bakery, but I eat fried items lot of fried items I will eat. Uh, So need to control. no, when you go outside, will you eat out? Yes. Uh, like biryani. A biryani contains Uh, how many calories? I don't know. Uh, so that's it. Actually, he said eat this alfam, no problem, because Hmm? this alfam. Alfam, of course, it has some fried things in that, isn't it? Alfam itself. Yeah. Yeah, but Uh, this is from ചുട്ടെടുക്കുന്നതല്ലേ oh, fully fried അല്ലല്ലോ. it's not fully fried. Yeah, kind But of don't roasted. he said don't eat mayonnaise like that. Uh, mayonnaise is not good for our health. Yeah, and it is Yeah. artificially prepared, isn't it? Not a. Yes. Uh, Yeah, yes. they are adding something else. Yeah. So So uh, you are planning to I, be in that strict diet, isn't it? yeah, I don't have willpower, so I Uh, take one challenge to myself. and what about the sugar items? Do you like this Sharjah shake and things No, like that? actually, from when I'm in Saudi, I Uh, tried to cut sugar, uh, and for 1 week, mm. that 1 week I didn't touch any sugar items or sweets. How did you do that? Did you prevented Actually, yourself from going to that situation? You just moved away from no. bakeries? Mm. When every week in our side they will give sweets for Ah, a big uh-huh. plate full of Ah. sweets. In a big plate, they Uh, will give sweets. Ah. like that. I don't put in outside. I when I am seeing time, I You will run away. yeah, I put in my bag. Last time I got too much sweet from my side, Rick side. Hmm. And when I'm what is craving എന്നല്ലേ പറയുന്നത്? Craving. Ah. Craving, I control myself and I drink water. That's a good idea, but I Yeah. can't resist my cravings But 1 week sometimes. I didn't touch anything. So Mm, mm, mm. Especially when you are getting inside a cafe and when you see that menu I fried mean, items, mayonnaise, that what all things, burgers, shakes, everything. You have an urge to yeah. take it. if I if I need to eat, I will eat. I don't care about anything. But from Uh, now, need to control everything. uh, yes. So after 10 days, let me ask you how successful you were in taking that diet, following Okay. that diet. Uh, Yeah. mm. So it's time to wind up the session. ഒരു 2 മിനിറ്റും കൂടി ഉണ്ട്. അപ്പോ ഫെബിന് ഈ 2 ബോക്സുകളും ക്ലിയർ ക്രിസ്റ്റൽ ആയിട്ടൊരു ഐഡിയ കിട്ടിയോ? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊരു Idea. അതെ. ഇനി അതൊന്ന് കോൺഷ്യസ് ആയിട്ട് യൂസ് ചെയ്യുക. കൂടുതൽ അതിനെക്കുറിച്ച് Okay. ബോധർ ആകണ്ട. പിന്നെ ഈ ഒരു ബോക്സും കൂടെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളിപ്പം ഫ്യൂച്ചറിൽ ഇത് പറയുമ്പോ അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞാൽ മതിയല്ലോ വിൽ ബി ചേർത്ത്. വിൽ ബി ചേർക്കുമ്പോ ing I will be going there.
പ്രവർത്തികൾ അത് പറയട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ വിൽ ബി ING ചേർത്തല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് ഐ വിൽ എന്ന് കൊണ്ട് പറഞ്ഞാൽ ഐ വിൽ ഗോ ദർ, ഐ വിൽ കം ദർ, ഐ വിൽ സീ ഹർ, ഐ വിൽ കോൾ ഹർ. ഓക്കെ, ട്രൈ ചെയ്യാം. അപ്പൊ അത് ഈ ബോക്സ് പച്ച ബോക്സിൽ നിന്നും, പ്രസന്റും ഫ്യൂച്ചറും പച്ച ബോക്സിൽ നിന്ന്, പാസ്റ്റ് വൺ നീല ബോക്സ്. നമ്മൾ ഈ മഞ്ഞ ബോക്സ് ആയിട്ടില്ല, മഞ്ഞ ബോക്സ് ഇന്ന് വൈകുന്നേരം നമുക്ക് എടുക്കാം. ഇപ്പൊ പച്ചയും മഞ്ഞയും അല്ല സോറി പച്ചയും ഗ്രീൻ ആൻഡ് ബ്ലൂ മാത്രമേ കവർ ചെയ്യൂ. സോ വി വിൽ സ്റ്റോപ്പ് ഇറ്റ് ഫോർ ടുഡേ. ഓക്കെ, അപ്പൊ നമുക്ക് വൈകുന്നേരം കാണാം. കാഷ്യൂ ഇൻ ദ ഈവനിങ്. താങ്ക് യു.